ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് പതിയണം കർത്താവേ. അല്പസമയം അങ്ങയോടൊപ്പമായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കാം. ആയിരത്തി 1862 കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് സുവിശേഷം അറിയിച്ച ഒരു മിഷണറിയാണ് റവറൻഡ് E.P. സ്കോട്ട്. അദ്ദേഹം തൻ്റെ സുവിശേഷ വേലയിൽ ഗോത്രവർഗ്ഗക്കാരനായ ഒരു യുവാവിനെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ സുവിശേഷം അറിയിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഈ യുവാവിൻ്റെ ഗോത്രമെന്ന് പറയുന്നത് പുറത്തുനിന്ന് അന്യമതസ്ഥരോ അല്ലെങ്കിൽ വേറെ വിശ്വാസത്തിലുള്ള ആരെങ്കിലും കടന്നു വന്നാൽ അവരെ ഉപദ്രവിക്കുന്ന, കൊല്ലുവാൻ പോലും മടിയില്ലാത്ത ഒരു ഗോത്രമായിരുന്നു. ഇതറിഞ്ഞ സുഹൃത്തുക്കളൊക്കെ E.P. സ്കോട്ടിനെ തടയുകയാണ്, അങ്ങോട്ടേക്ക് പോകരുത്, അവിടെ സുവിശേഷം അറിയിക്കരുത്. എന്നാൽ E.P. സ്കോട്ട് അതൊന്നും കേട്ട് തയ്യാറാവുന്നില്ല. 2 ദിവസത്തെ നീണ്ട യാത്രയ്ക്കൊടുവിൽ അദ്ദേഹം ആ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആ ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച, അദ്ദേഹത്തെ ഉപദ്രവിക്കുവാനായിട്ട്, കൊല്ലുവാനായിട്ട് ഒരു കൂട്ടം യോദ്ധാക്കൾ കുന്തമൊക്കെ ആയിട്ട് ചുറ്റും വന്ന് നിൽക്കുകയാണ്. റവറൻഡ് E.P. സ്കോട്ട് ആ സമയത്ത് മനസ്സിലാക്കുകയാണ്, അല്പസമയത്തിനുള്ളിൽ ഇവരെന്തായാലും തന്നെ കൊലപ്പെടുത്തും. അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് ചേരുവാനായി തയ്യാറാവുന്നു. തൻ്റെ മുട്ടുകളെ മടക്കി തൻ്റെ ബാഗിലുണ്ടായിരുന്ന ഒരു വയലിൻ എടുത്ത് അദ്ദേഹം നിറകണ്ണുകളോടുകൂടി ഒരു ഗാനം അവിടെ നിന്ന് പാടുകയാണ്. ഈ പാട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് തന്നെ ഉപദ്രവിക്കുവാൻ വന്ന യോദ്ധാക്കൾ ആയുധങ്ങളെല്ലാം നിലത്തിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ്. അദ്ദേഹം പാടിയ വരികൾ ഇപ്രകാരമാണ്: ഭൂജാതി ഗോത്രം ഏവരും ഭൂപനെ കീർത്തിപ്പിൻ, ബഹുല പ്രഭാവവൻ തന്നെ നാം വാഴ്ത്തിൻ വാഴ്ത്തിൻ യേശുവേ. നാം ഇന്ന് രാവിലെ പ്രൊസഷനായിട്ട് പാടിയ E.V. പാർനെറ്റ് രചിച്ച ഗാനത്തിൻ്റെ എല്ലാവരും യേശുനാമത്തെ എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ ഒരു സ്റ്റാൻസയാണ്. ഈ വരികളുടെ അർത്ഥമോ ആഴമോ എന്നും ആ ഗോത്രവർഗ്ഗക്കാരായ മനുഷ്യർക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും ഒരു ഗാനത്തിന് ഒരു മനുഷ്യനെ എത്രമാത്രം സ്പർശിക്കുവാനാകും, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് എത്രമാത്രം ആഴത്തിൽ ഇറങ്ങി ചെല്ലുവാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈസ്റ്ററിലെ മഹായിടവകയായി ഗായക സംഘം ഞായറായി ആചരിക്കുകയാണ്. ഇന്ന് ഇങ്ങനൊരു അവസരം വളരെ യാദൃച്ഛികമായി ലഭിച്ചതാണ്. എന്നെ വിശ്വസിച്ച് ഈ ദൗത്യം ഏൽപ്പിച്ചത് ഈസ്റ്റ് കേരള ഡയസിസൻ പാസ്റ്റർ ബോർഡ് സെക്രട്ടറിയും ഗായക സംഘത്തിൻ്റെ പ്രസിഡൻറ്റും നമ്മുടെ സഭാവികാരിയുമായിരിക്കുന്ന ജോസഫ് അച്ഛനാണ്. അച്ഛനോടും കൊച്ചമ്മയോടുമുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. ഈ സമയത്ത് ജേക്കബ് അച്ഛനെയും കൊച്ചമ്മയും നന്ദിയോടുകൂടെ ഓർക്കുകയും ചെയ്യുന്നു. ഗായക സംഘം ഞായറായിരിക്കുന്ന ഇന്ന് തന്നെ കത്തീഡ്രൽ ഗായക സംഘത്തേക്ക് പറയാതെ മുന്നോട്ടേക്ക് പോകുന്നത് ഉചിതമല്ല എന്ന് കരുതുന്നു. ഏകദേശം 90 അംഗങ്ങളാണ് ഇപ്പോൾ കത്തീഡ്രൽ ഗായക സംഘത്തിലുള്ളത്. എങ്കിലും 45ഓളം ആളുകൾ മാത്രമേ റെഗുലറായി ആരാധനയിൽ പങ്കെടുക്കുന്നുള്ളൂ. അതിൽ തന്നെ കുറച്ച് പേർ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായും ജോലി സംബന്ധമായും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. എങ്കിലും ഒരു കുറച്ച് ആളുകളെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഗായക സംഘത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള സത്യവും പറയുന്നതിന് മടി കാണിക്കുന്നില്ല. ഗായക സംഘം എന്ന് പറയുമ്പോൾ വിവിധ പ്രായത്തിലുള്ളവർ, 9 വയസ്സ് മുതൽ 50 വയസ്സിന് മുകളിലേക്കുള്ളവർ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. സംഘടനയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് രാവിലെ 7 മണിയുടെ ആരാധന, 10:30യുടെ ആരാധന, അതിനുശേഷം 1:30 മുതൽ തുടങ്ങുന്ന പ്രാക്ടീസ് ക്ലാസ്, 5 മണി 6 മണി വരെ പോകാം. വിശേഷ ദിവസങ്ങളിൽ പ്രാക്ടീസ് ക്ലാസ്സുകൾ, നൈറ്റ് ക്ലാസ്സുകൾ ഉണ്ടാവും. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിന് ഇത്രയും മാത്രം സമയമൊക്കെ പ്രാക്ടീസ് ചെയ്യണം. കാരണം ഇത് ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇത്രയും പേര് നിൽക്കുമ്പോൾ പ്രാക്ടീസ് ക്ലാസ്സുകൾ കൂടാതെ പാട്ട് പാടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഗായക സംഘത്തിലിരിക്കുന്ന ഓരോരുത്തരെയും കുറിച്ച് ഞങ്ങളെക്കുറിച്ച് തന്നെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഈ ഇരിക്കുന്ന ഓരോരുത്തരും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. എങ്കിലും തങ്ങൾക്ക് മിച്ചം കിട്ടുന്ന സമയം, മറ്റുള്ള വിശേഷ ദിവസങ്ങളിൽ വീട്ടിൽ ആളുകൾ വരുമ്പോൾ, ഗസ്റ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ സമയം ചെലവഴിക്കാനൊക്കെ ബാക്കിയുള്ളവർക്ക് സമയം കിട്ടുമ്പോൾ ഈ സമയങ്ങളെല്ലാം വേർതിരിച്ച് ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് ദൈവത്തിന് വേണ്ടി പാടുവാനായിട്ട് സമയം കണ്ടെത്തുന്നവരാണ് ഈ ഇരിക്കുന്നവരെല്ലാം. പൊതുവെ പുതിയ തലമുറയിലെ കുട്ടികളോട് ഗായക സംഘത്തിലേക്ക് വരാനായിട്ട് പറയുമ്പോൾ അവർ പൊതുവെ പറയുന്ന കാര്യമാണ്, ഇത്രയും സമയം ഞങ്ങൾക്കില്ല, ഇത്രയും സമയം ഇരുന്ന് പ്രാർത്ഥിക്കാനോ പാടാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. പക്ഷേ ഈ ഇരിക്കുന്ന ആരോട് ചോദിച്ചാലും പറയും, ഞങ്ങൾ വന്ന് ദൈവത്തിന് വേണ്ടി പാടിയ സമയമൊന്നും നഷ്ടമായി പോയി എന്ന് ഇവിടെ ഇരിക്കുന്ന ആരും പറയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഗായക സംഘത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കുട്ടികളെയൊക്കെ ഗായക സംഘത്തിലേക്ക് വിടണമേ എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ജൂബിലിയോടടുക്കുന്നു. ജൂബിലി സമയത്ത് അച്ഛൻ ആദ്യമായിട്ട് 175 മെമ്പേഴ്സ് വേണം എന്ന് പറയുമ്പോൾ ഞങ്ങളും അല്പം ഒന്ന് പരിങ്ങിയിരുന്നു. 175ഒക്കെ കിട്ടുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എങ്കിലും ഇന്നത്തെ വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ജൂബിലി കൊയറിലേക്ക് 175 എന്നുള്ള എണ്ണം തികയ്ക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാവരെയും ഗായക സംഘത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജൂബിലി കൊയറിലേക്ക് വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. 175 മെമ്പേഴ്സുമായി നമുക്ക് പാടുവാൻ സാധിച്ചാൽ അത് കത്തീഡ്രൽ സഭയ്ക്ക്
വലിയൊരു അനുഗ്രഹമാണ്, അഭിമാനമാണ്. ഗായക സംഘങ്ങളായി ഒരു തവണയെങ്കിലും ജീവിതത്തിൽ ഗായക സംഘത്തോട് ചേർന്ന് നിന്ന് പാടാൻ പറ്റുക എന്നുള്ളൊരു അവസരം കൂടിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഗാനങ്ങൾ പാടുവാൻ കഴിയുന്ന എല്ലാവരെയും ജൂബിലി കൊയറിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈ വർഷത്തെ ഗായകസംഘ ഞായറിന് ചിന്താവിഷയമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് കർത്താവിന് പാടുവാൻ ഒരുമിക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തെ ഒന്ന് മൂന്നായി തിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി പാടുക, കർത്താവിന് വേണ്ടി ഒരുമിക്കുക, കർത്താവിന് വേണ്ടി ഒരുമിച്ച് പാടുക. ഗായകസംഘ ഞായറായതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പാട്ടുകളിൽ കൂടെയെങ്കിലും കടന്നു പോകാമെന്ന് ആഗ്രഹിക്കുന്നു. കൂടെ അല്പസമയം ചേർന്ന് നിന്ന് പാട്ടുകൾ പാടണമേ എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഉറക്കമൊക്കെ ഇല്ലാതെ ഗായകസംഘത്തിൻ്റെ കൂടെ അല്പസമയം പാട്ടിലൊക്കെ ആയിരിക്കാം. കർത്താവിന് പാടുവാൻ ഒരുമിക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൗത്യമാണ്. പരസ്പരം ശക്തീകരിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന, സൈനികളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ഒരുത്തനോടൊരുത്തൻ പറയുന്ന യെശയ്യാവിൻ്റെ ദർശനത്തിലെ ഒരു അനുഭവമാണ് ഈ ദൗത്യം എന്ന് പറയുന്നത്. അതിനാസ്പദമായി ഇന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 ഇപ്രകാരം പറയുന്നു: ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ഇതേപോലെ തന്നെ വേറൊരു വാക്യം കൂടെയുണ്ട്. കൊലോസ്യർ 3-ാം അധ്യായം 16 പറയുന്നു: സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. രണ്ടിടത്തും കോമൺ ആയിട്ട് കാണുന്നത് ഹൃദയത്തിൽ നിങ്ങൾ പാട്ട് പാടുക, പരസ്പരം ഗാനങ്ങളിലൂടെ സംസാരിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് പ്രത്യേകം വേർതിരിക്കപ്പെട്ട ഒരു ജനമാണ് ക്രിസ്തീയ സഭ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്ക് കർത്താവിന് വേണ്ടി പാടുവാൻ കഴിയുക? എല്ലാവരും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പാട്ട് പാടിയിട്ടുള്ളവരാണ്. നിങ്ങൾ പാടിയില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് പാടുമെന്ന് പറയുന്ന വചനം കേട്ടിട്ടും എങ്ങനെയാണ് നമുക്ക് പാടുവാൻ കഴിയാതെ പോകുന്നത്? നമ്മുടെ ആരാധനകൾ സ്തുതിയും സ്തോത്രവും നിറഞ്ഞിരിക്കുന്നവയായിരിക്കണം. നമ്മുടെ പാട്ടുകാരൻ നമ്മളെ ഓർപ്പിക്കുന്നു, കർത്താവിനെ നാം സ്തുതിക്കുക ദൈവമക്കളെ. ഇത് കേട്ടിട്ടും നമുക്ക് പാടുവാനായിട്ട് കഴിയുന്നില്ല. സന്തോഷത്തോടു കൂടി നമ്മുടെ സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുവാനായിട്ടാണ് പാട്ടുകാരൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗത്തിൻ്റെ ആരംഭത്തിൽ കർത്താവിന് സ്തുതിയും സ്തോത്രവും ആ ഗാനത്തിലൂടെ തന്നെ അർപ്പിക്കാമെന്ന് വരുന്നു. എൻ്റെ കൂടെ ചേർന്ന് പാടണേ. കർത്താവിനെ നാം സ്തുതിക്കാം, ഹേ ദൈവമക്കളേ, സന്തോഷത്തിൽ നാം അർപ്പിക്കാം സ്തോത്രത്തിൻ യാഗത്തെ. നാം സ്തോത്രം 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 കഴിക്കാം, സ്തോത്രം സ്തോത്രം നാം സ്തോത്രം കഴിക്കാം. അതെ, ദൈവത്തിന് വേണ്ടി സ്തോത്രം കഴിക്കുവാനും സ്തുതിക്കുവാനുമായി വേർതിരിക്കപ്പെട്ട ഒരു ജനമാണ് നാം ഓരോരുത്തരും. കാലം മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ അധരങ്ങളെ തുറക്കുവാനായിട്ട് നമ്മൾ എവിടെയൊക്കെയോ മടി കാണിക്കുന്നവരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിന് വേണ്ടി പാടുക എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ പൊടിതട്ടി എടുത്താൽ നമുക്ക് വീണ്ടും കർത്താവിന് വേണ്ടി പാടുവാനായിട്ട് സാധിക്കും. രണ്ടാമത്, കർത്താവിന് വേണ്ടി ഒരുമിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരുമിച്ച് നിൽക്കുക, കർത്താവിന് വേണ്ടി ഒരുമിക്കുക. ഒരുമയുടെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട യൂണിറ്റായി ഞാൻ കണക്കാക്കുന്നത് കുടുംബത്തെയാണ്. കുടുംബം എന്നത് വളരെ മനോഹരമായൊരു സംവിധാനമാണ്. ശരിക്കും പറഞ്ഞാൽ കുടുംബം എന്ന് പറയുമ്പോൾ പൊതുവെ പരമ്പരാഗതമായി നാം ചിന്തിക്കുമ്പോൾ ഭാര്യ, ഭർത്താവ്, മക്കൾ, അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നത്. എങ്കിലും ചില കുടുംബങ്ങളിലെങ്കിലും വേർപാട് മൂലമോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ കാരണമോ ഭാര്യ, ഭർത്താവ്, ചിലപ്പോൾ മക്കളുണ്ടാവില്ല, അല്ലെങ്കിൽ മക്കൾ മാത്രം, സഹോദരങ്ങൾ, ഇവരെല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ ഏതൊരു മടിയും ഇല്ലാതെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അതുപോലെ പറയാൻ പറ്റുന്ന, വിഷമവും സന്തോഷവും ഒക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത്. എപ്പോഴും സന്തോഷം മാത്രമല്ല, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് വരാറുണ്ട്. വിവാഹ ശുശ്രൂഷയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പങ്കെടുത്തിട്ടുള്ളവരാണ്, വിവാഹം കഴിഞ്ഞവരാണ് കൂടുതൽ ആളുകളും. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എങ്കിലും മറന്നുപോയ കാര്യമായിരിക്കാം, ആദ്യമായിട്ട് കുടുംബമായിട്ട് പ്രാർത്ഥന എടുക്കുന്നത് എവിടെയാണെന്നറിയാവോ? അൾത്താരയുടെ
മുൻപിൽ മുട്ടുമടക്കിയിട്ടാണ് കുടുംബമായിട്ട് പ്രാർത്ഥന എടുക്കുന്നത്. ദൈവസന്നിധിയിൽ കുടുംബമായി മുട്ടുകുത്തുവാനായിട്ട് തീരുമാനമെടുത്ത ഒരു ജനമാണ് നാം. അങ്ങനെ തീരുമാനമെടുത്ത ഒരു ജനമെന്ന നിലയിൽ ആരാധനയ്ക്കും ശുശ്രൂഷകൾക്കുമായിട്ട് വരുമ്പോഴേക്കും നാം കുടുംബമായിട്ട് തന്നെ വരണം. ഇത് വേദപുസ്തകത്തിലും വിവിധ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് പറയും. വേദപുസ്തകം പഴയ നിയമം നോക്കുമ്പോഴത്തേക്കും ലേവ്യ ഗോത്രത്തെ, ഒരു ഗോത്രത്തെ മുഴുവൻ ആരാധനയ്ക്കും ശുശ്രൂഷയ്ക്കുമായി പ്രത്യേകം തിരഞ്ഞെടുത്തവരാണെന്ന് നാം കാണുന്നുണ്ട്. ഇവരുടെ അവകാശം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 1 മുതൽ 30 വരെ നോക്കുമ്പോൾ ഇവരുടെ വംശാവലിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവരെ സംഗീത ശുശ്രൂഷയ്ക്ക് പ്രത്യേകം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നു. ഇപ്പോൾ സംഗീത ശുശ്രൂഷ ഗായക സംഘം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത് ഗായക സംഘത്തിന് പ്രത്യേകം എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും, ഒരു ഗാനമെങ്കിലും പാടിയിട്ടുള്ള എല്ലാവരെയുമാണ് ഇവിടെ ഗായക സംഘം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. യെരുശലേമിൽ ദാവീദ് രാജാവ് ഇവരെ ആക്കുന്നു. അതിനുശേഷം ശലോമോൻ ദേവാലയം പണിയുന്നത് വരെ തിരുനിവാസമായ സമാഗമന കൂടാരത്തിൻ്റെ മുൻപിൽ ഇവർ സംഗീത ശുശ്രൂഷ ചെയ്തു പോകുന്നു. ഇവരുടെ പേരുകളടക്കം എടുത്തു പറയുന്നുണ്ട്. 1-ാമനായിട്ട് ഹേമാൻ, 2-ാമനായിട്ട് ആസാഫ്, 3-ാമനായിട്ട് ഏതാൻ. ഇവരെല്ലാം ലേവിയുടെ പിൻതലമുറക്കാരാണെന്ന് കാണുവാനായിട്ട് പറ്റും. ഇവരുടെ കുടുംബത്തെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. കെഹാത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് ഹേമാൻ, ഗർഷോമിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് ആസാഫ്, മേരാരിയുടെ കുടുംബത്തിൽപ്പെട്ടതാണ് ഏതാൻ എന്ന് പറയുന്നത്. അതുപോലെ ഇവരുടെ ആരാധന നോക്കുമ്പോൾ, ഇവരുടെ സംഗീത ശുശ്രൂഷ നോക്കുമ്പോൾ അവിടെ കുറച്ച് ആരാധനാ ഉപകരണങ്ങളൊക്കെ എടുത്താണ് ഇവർ ആരാധിച്ചിരുന്നത്, സംഗീതത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. കൈത്താളം, കിന്നരം, വീണ ഇവയൊക്കെ ആയിട്ടാണ് ദൈവസന്നിധിയിൽ ആരാധിച്ചിരുന്നത്. യഹൂദൻ്റെ ആരാധനാ ജീവിതത്തിന് പുതിയതായിട്ടൊരു ഉണർവ് നൽകിയ ആളുകളാണ് ലേവ്യ ഗോത്രത്തിലുള്ളത്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരുമ വരുമ്പോഴേക്കും, കുടുംബങ്ങളായിട്ട് ആരാധനയിലേക്ക് വന്ന് പങ്കുചേരുമ്പോഴേക്കും പല കുടുംബങ്ങൾ ഒരുമയോടുകൂടി പങ്കെടുക്കുമ്പോൾ അതൊരു സമൂഹമായിട്ട് മാറും. ഈ ആരാധനാ സമൂഹത്തിൽ ദൈവത്തിന് വേണ്ടി പാടുവാനായിട്ട് നമുക്ക് കഴിയണം. കുടുംബമായി നാമും ഇപ്രകാരം ദൈവ ആരാധനയ്ക്ക് കൈത്താളങ്ങളോടും വാദ്യോപകരണങ്ങളോടും കൂടെ വരണമെന്നാണ് പറയുന്നതെങ്കിൽ ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കുന്ന കാര്യമല്ല. ബൈബിളും പാഠ്യപുസ്തകവും എങ്കിലായിട്ട് കുറഞ്ഞ പക്ഷം ദേവാലയത്തിലേക്ക് കുടുംബമായി കടന്നു വരുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. കൂടുമ്പോൾ ഇമ്പം എന്ന് പൊതുവെ പറയാറുണ്ട്. പരസ്പരം സന്തോഷത്തോടും സമാധാനത്തോടും സങ്കടങ്ങൾ പങ്കുവയ്ക്കുവാനും താങ്ങും തണലുമായി നിൽക്കുവാനും, ഒരാൾ തളർന്നു പോകുമ്പോൾ വേറൊരാൾ കരം പിടിച്ച് ഒരുമിച്ച് നടക്കുവാനും ഒരുക്കിയതാണ് കുടുംബം എന്ന് പറയുന്നത്. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു കേട്ടതാണ് ആരാധനയ്ക്കായി ഒരുമിച്ച് വർഷം തോറും ഷീലോവിലേക്ക് പോകുന്ന എൽക്കാനയും കുടുംബത്തെയും കുറിച്ചാണ് അവിടെ പറയുന്നത്. അവരൊരുമിച്ച് ഷീലോവിലെത്തി ദൈവസന്നിധിയിൽ കഴിച്ച അപേക്ഷകൾക്കും പ്രാർത്ഥനകൾക്കും മറുപടി ലഭിക്കുന്നത് കാണാം. ദൈവസന്നിധിയിൽ നാം വരുന്നത് സ്തുതികളോടും സ്തോത്രത്തോടും കൂടെ ആയിരിക്കണം. പൊതുവേ ഇപ്പോഴത്തെ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ പറയാൻ വേണ്ടി മാത്രമുള്ളതായിട്ട് മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്നും സ്തുതിക്കും സ്തോത്രത്തിനുമായി സമയം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ദൈവസന്നിധിയിൽ ദൈവത്തോട് ഹന്ന ചോദിക്കുന്നു, ഒരു മകനെ ചോദിക്കുന്നു. ആ കഥയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, ആ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഹന്ന ദൈവത്തോട് ഒരു മകനെ ചോദിക്കുന്നു, ദൈവം മകനെ കൊടുക്കുന്നു. ദൈവം തന്ന മകനെ ദൈവത്തിനായി തന്നെ തിരിച്ചു കൊടുത്തുകൊണ്ട് ഹന്നയും കുടുംബവും ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ആരാധനയിലെ, നമ്മുടെ കുടുംബത്തിലെ ആരാധനകൾ, കുടുംബ പ്രാർത്ഥനകൾ ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അവരവരുടേതായ തിരക്കുകൾ, അവരവരുടേതായ ലോകം, എല്ലാവർക്കും പേഴ്സണൽ സ്പേസ്, സ്വന്തം സ്ഥലത്തിൻ്റെ അപ്പുറത്തേക്ക്, ഒരു പേഴ്സണൽ സ്പേസിൻ്റെ അപ്പുറത്തേക്ക് ആരും കടന്നു വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോകമാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനോ പരസ്പരം കേൾക്കുന്നതിനോ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നതിനോ ഒന്നിനും സമയമില്ലാത്ത ഒരു കാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പോലും ദൈവത്തെ ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്ന, പാടി സ്തുതിക്കുന്ന കുടുംബത്തിന് ഇന്നത്തെ ലോകത്ത് വളരെ വലിയൊരു സ്ഥാനമാണുള്ളത്. ചില സമയത്തെങ്കിലും ചിലരെങ്കിലും നമ്മൾ കാണാറുണ്ട്, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പാട്ട് പാടുന്നത്, അല്ലെങ്കിൽ കൈകൾ കോർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത്, സഹോദരങ്ങൾ ഒരുമിച്ച് പാട്ട് പാടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ പാടുന്നില്ലെങ്കിൽ കൂടെ നമ്മൾ പറയും, എന്തോ ഒരു പ്രത്യേകതയുണ്ട്, കൊള്ളാം, അവർ പാടുന്നത് കൊള്ളാം. അവരുടെ പാട്ടിനെക്കുറിച്ചല്ല, ഒരുമിച്ച് ചേർന്ന് പാടുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു സന്തോഷം. പ്രത്യേകിച്ച് ഒരുമിച്ചിരുന്ന് ദൈവവചനം വായിക്കുമ്പോൾ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കൈകൾ കോർത്തി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുമിച്ച് കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കേവലം പരസ്പരമുള്ള ബന്ധം മാത്രമല്ല ശക്തീകരിക്കപ്പെടുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുമിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുവാനും സാധിക്കുന്നു. ഹന്നയുടെ കാര്യം പറഞ്ഞതുപോലെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് അവർ കുടുംബമായി ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ദൈവം നമുക്ക് നൽകിത്തരുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തെ തിരിച്ച് പ്രോത്സാഹിപ്പിക്കുവാൻ, ദൈവത്തെ തിരിച്ച് സ്തുതിയും സ്തോത്രവും അറിയിക്കുവാൻ നമുക്ക് കഴിയണം. എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്ന കുടുംബങ്ങൾ ആയി തീരേണ്ടത്? ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തെ കാണുമ്പോൾ ആ കുടുംബം നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? നമുക്കും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബം ദൈവത്തെ ആരാധിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. പൊതുവെ
ദൈവം നമുക്ക് ജീവിതത്തിൽ വിവിധ അനുഗ്രഹങ്ങളൊക്കെ തരുമ്പോഴേക്കും ദൈവസന്നിധിയിലേക്ക് വന്ന് നന്ദി പറയാൻ പലപ്പോഴും നാം വിമുഖത കാട്ടാറുണ്ട്. കുടുംബമായി അൾത്താരയിലേക്ക് വന്ന് ദൈവം നമുക്ക് വേണ്ടി തന്ന ഒരുപക്ഷെ വിവാഹ വാർഷികമായിരിക്കാം, മക്കളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന സൗഭാഗ്യങ്ങളായിരിക്കാം, ഇവയ്ക്കൊക്കെ വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് മുട്ടുകൾ മടക്കി ദൈവത്തിന് നന്ദിയുള്ളവരായി തീരണം. പൊതുവെ നാം ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരുപക്ഷെ വലിയൊരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിവാഹമായിരിക്കാം. ഇതൊന്നുമല്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജോസഫ് മാത്യുഷൻ പ്രസംഗിക്കുമ്പോഴേക്കും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഇന്ന് ഇവിടെ ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്, ദൈവം ചെയ്യുന്ന നന്മയാണ്. ഇതേ സമയത്ത് ICUവിലായിരിക്കുന്ന പല വ്യക്തികളുണ്ട്, മാരകമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് വേർപാടിൻ്റെ വിഷമത്തിലിരിക്കുന്നവരുണ്ട്. അവരിൽ നിന്നൊക്കെ നമുക്ക് ഇന്ന് വന്ന് ഇവിടെ ആരാധിക്കുവാനായിട്ട് കഴിയുക എന്ന് പറയുന്ന ദൈവം തരുന്ന നന്മയാണ്. അതിന് നമ്മൾ തിരിച്ച് സ്തുതിയും സ്തോത്രത്തോടും കൂടെ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നെങ്കിൽ മാത്രമേ അതിനൊക്കെ ഒരു അർത്ഥം നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തോടു കൂടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഒന്നുമില്ലെങ്കിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ആളുകളെ കാണാൻ കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, നടക്കുവാൻ സാധിക്കുന്നുണ്ട്, ഓടുവാൻ സാധിക്കുന്നുണ്ട്, സംസാരിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇവയൊന്നും ചെയ്യുവാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങൾക്കെല്ലാം ദൈവത്തിന് നാം സ്തോത്രം ചെയ്തേ മതിയാകുള്ളൂ. ദൈവത്തിന് കുടുംബമായി വന്ന് മുട്ടുകുത്തി, ദൈവത്തിൻ്റെ അൾത്താരയുടെ മുൻപിൽ മുട്ടുകുത്തി നന്ദി അറിയിച്ചേ പറ്റുകയുള്ളൂ. ദൈവം നമുക്ക് തരുന്ന നന്മകളെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് പറയുവാനായിട്ട് ഒന്നും തന്നെയില്ല. പാട്ടുകാരൻ പാടുന്നത് പോലെ നമ്മളും ദൈവത്തിനോട് നന്ദി പറയണം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഇതുപോലെ തന്നെ നിൽക്കുന്ന ഒരു പാട്ടാണ് ദൈവം ചെയ്ത നന്മകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവുകയില്ല. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ, നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. നമ്മുടെ ചിന്താവശ്യമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴേക്കും ആദ്യം ദൈവത്തിന് വേണ്ടി പാടുക, രണ്ടാമത് ദൈവത്തിന് വേണ്ടി ഒരുമിക്കുക. പാടുന്നതും എളുപ്പമാണ്, കുടുംബമായി നമുക്ക് ഒരുമിച്ച് വന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനായിട്ടും സാധിക്കും. മൂന്നാമത് ദൈവത്തിന് വേണ്ടി ഒരുമിച്ച് പാടുക, ഒരുമിച്ച് ചേർന്ന് വന്ന് പാടുക എന്നുള്ളതാണ്. എന്തിനാണ് നാം ദൈവത്തിന് വേണ്ടി പാട്ട് പാടേണ്ടത് ആവശ്യമുണ്ടോ? ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോഴേക്കും നമുക്ക് പലവിധ ജോലികളുണ്ട്. ചിലർ ടീച്ചേഴ്സ് ആയിരിക്കാം, ചിലർ ഡോക്ടേഴ്സ് ആയിരിക്കാം, മറ്റു ചിലർ എഞ്ചിനീയേഴ്സ് ആയിരിക്കാം, പല ജോലികളുണ്ട്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ജീവിതം കടന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിത്യമായ ആരാധനയുടെ ഭാഗമാകാനാണ് നാം ഓരോരുത്തരും പോകുന്നത്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് 24 മണിക്കൂറും പറയുന്ന ഒരു സംഘത്തിൻ്റെ കൂടെ ചേരുവാനായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലി സമയങ്ങളും ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യത്തോടൊപ്പം തന്നെ ഈ ലോകത്തിൽ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും സ്തുതി പറയുവാനും തയ്യാറായിരിക്കണം. നാം കർത്താവിന് പാടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ ക്രൈസ്തവർ എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു ജനതയാണ്. അപ്പോസ്തല പ്രവൃത്തി 16:25 പറയുന്നു, പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരുന്നപ്പോഴേക്കും അവർ പ്രാർത്ഥിക്കുന്നു, പാട്ടുപാടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. അതിനെ തുടർന്ന് ഉണ്ടാകുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ആ വേദഭാഗത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പാടി സ്തുതിച്ചാൽ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുന്നത്. ദൈവത്തെ ആരാധിക്കുക എന്നത് ഏറ്റവും യുക്തവും ന്യായവുമായ കാര്യമാണെന്ന് നാം ആരാധന ഇടയിൽ തന്നെ പറയുന്നുണ്ട്. ഖരൂബുകളും സെറാഫുകളും ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധനയുടെ ഒരു കോപ്പി തന്നെയാണ് നാം ഇവിടെ ദേവാലയത്തിൽ വന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിസ്സാരമായൊരു കാര്യമല്ല. ആരാധനയുടെ അർത്ഥം
ആരാധനയുടെ സ്വത്വം നമുക്കുള്ളിലേക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. ഗായക സംഘം എന്ന് പറയുമ്പോൾ പൊതുവെ പാട്ട് പാടാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇവിടെ പ്രത്യേകിച്ച് വസ്ത്രം ധരിച്ചിരിക്കുന്നവർ മാത്രമല്ല, നാം ഓരോരുത്തരെയും ക്രിസ്തീയ ഗായക സംഘമാകുവാൻ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന്റെ സന്ദേശം ആട്ടിടയന്മാരോട് ദൂതൻ അറിയിച്ചപ്പോൾ സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം കൂടിച്ചേർന്ന് ആ ദൂതന്മാരോട് കൂടെ ദൈവത്തെ പുകഴ്ത്തിയതായിട്ട് ലൂക്കോസ് 2-ാം അധ്യായം 8 മുതൽ 14 വരെ വായിക്കുമ്പോഴേക്കും കാണുന്നുണ്ട്. മിസ്രൈമിൽ നിന്നും ദൈവം വിടുവിച്ചത് കണ്ട മോശയും ഇസ്രായേൽ മക്കളും കൂടി ചേർന്ന് ദൈവത്തെ പാടി ആരാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പുറപ്പാട് 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല മോശയുടെ സഹോദരിമാരും കൂടി ചേർന്ന് തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ ദൈവത്തെ പാടി സ്തുതിക്കുന്നതും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് വായിച്ചു കേട്ട സങ്കീർത്തനം 96-ലും അതുതന്നെയാണ് പറയുന്നത്. സകല ഭൂവാസികളും യഹോവയുടെ നാമത്തെ പാടി വാഴ്ത്തുവാനും വലിയവനും ഏറ്റവും സ്തുത്യനുമായവൻ്റെ രക്ഷയെ നാൾതോറും പ്രസിദ്ധപ്പെടുത്തണമെന്നും തിരുമുൽ കാഴ്ചയുമായി അവൻ്റെ പ്രാകാരങ്ങളിൽ ചെന്ന് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടു കൂടി അവനെ നമസ്കരിക്കുവാനും ഈ സങ്കീർത്തനം നമ്മളോട് വിളിച്ചു പറയുന്നു. നാമും ക്രിസ്തുവിന് വേണ്ടി പാടുവാനും ഒരുമിക്കുവാനും ഒരുമിച്ച് ചേർന്ന് ഒരു ആരാധനാ സംഘമായി ദൈവത്തെ പുകഴ്ത്തുവാനും വിളിച്ചു ചേർക്കപ്പെട്ട ഒരു സമൂഹമാണ്. കുടുംബം എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും കർത്താവിനെ പാടി സ്തുതിക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഒരു ഗായക സംഘം എന്ന് പറയുമ്പോൾ കേവലം പാട്ട് പാടുക എന്ന് മാത്രമല്ല ഒരു ഗായക സംഘം എന്ന് പറയുന്നത്. ഇതൊരു സാക്ഷ്യമാണ്, ഇതൊരു പ്രാർത്ഥനയാണ്, വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു സമൂഹമാണ്, ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഘോഷണമാണ്. അതുകൊണ്ട് തന്നെ ഗായക സംഘം നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന, ചിലപ്പോഴെങ്കിലും ഇവിടെ നിന്ന് ഹല്ലേലൂയ പറയാനും സ്തോത്രം പറയാനും ഒക്കെ പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടാണ്. ചിലപ്പം അതരങ്ങളെ തുറക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും ഇവിടുത്തെ പൂർവികരെ, പഴയ തലമുറയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ നടക്കുമ്പോഴൊക്കെ പാട്ടുകൾ പാടിക്കൊണ്ട് നടക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീടുകളിൽ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു കർത്താവിൻ്റെ പാട്ടുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടിയിരിക്കുന്നത് കാണാം. ഈ പാട്ടുകളും എപ്പോഴും സ്തുതിയും സ്തോത്രവും പറയാൻ സാധിച്ചില്ലെങ്കിലും ഈ പാട്ടുകളിലൂടെയും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്തിനു വേണ്ടിയുള്ളതാണെന്ന് നാം തിരിച്ചറിയണം. അറിഞ്ഞ് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഏത് സാഹചര്യത്തിലും ക്രിസ്തുവിൽ സന്തോഷത്തോട് കൂടി മാത്രം ജീവിക്കാൻ കഴിയില്ല. ഈ ലോകമാണ്, ലോകത്തിൽ കഷ്ടവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും ഈ ഗാനങ്ങളുടെ വരികൾ നോക്കുമ്പോൾ പൊതുവേ നമ്മൾ ഗാനങ്ങളുടെ ട്യൂണുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. പക്ഷേ നമ്മുടെ മാനസികമായി തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കീർത്തനങ്ങളിലും ഗീതങ്ങളിലും അതുപോലെയുള്ള പാട്ടുകളുടെയൊക്കെ വരികൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത് നമ്മുടെ മാനസികമായി നമ്മൾ തകർന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ്. ഓരോ വരികളുടെയും അർത്ഥമറിഞ്ഞ് ഇത് രചിക്കാനുണ്ടായ സാഹചര്യം, ഇവിടെ വരികളൊക്കെ മനസ്സിലാകുമ്പോഴേക്കും കർത്താവിന് ആത്മാർത്ഥമായിട്ട് പാടുവാൻ നമുക്ക് കഴിയും. അങ്ങനെ ഈ ഭൂമിയിൽ ഗായക സംഘത്തോടൊപ്പം ചേർന്ന് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് പരസ്പരം പ്രചോദിപ്പിച്ച് രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന ആർത്തുപാടുന്ന എണ്ണമില്ലാത്ത മഹാപുരുഷാരത്തോടുകൂടെ ദൈവം കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാർക്കുന്ന സ്വർഗീയ സംഘത്തോടൊപ്പം കൂടിച്ചേർന്ന് പാടുവാൻ നമുക്കും കഴിയണം. ശുദ്ധിയുള്ള ഹൃദയങ്ങൾ, വെടിപ്പുള്ള മനസ്സോടും കൂടെ നമുക്കതിന് നമ്മെ തന്നെ ഒരുക്കാം. ആദ്യമായി വായിച്ച ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പരസ്പരമുള്ള നമ്മുടെ ഇടപെടലുകൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളോടും സ്തുതികളോടും കൂടെ സംസാരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിന് എപ്പോഴും സ്തോത്രം ചെയ്യുവാനും സ്തുതി പറയുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുവാനായിട്ട് പറയുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം കണ്ടത് ഇത് തന്നെയാണ്. പരസ്പരം എങ്ങനെ പഠിപ്പിക്കണം, പരസ്പരം നാം എങ്ങനെ ആയിരിക്കണം, അവിടെയെല്ലാം ഗാനങ്ങളുടെ ഇമ്പോർട്ടൻസ് ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ജ്ഞാനകീർത്തനങ്ങളിൽ നമ്മൾ പൊതുവെ കമ്മ്യൂണിന് പാടുന്ന ഒരു പാട്ടാണ് 438-ാമത്തെ കീർത്തനം. 438-ാമത്തെ കീർത്തനത്തിൽ ഒരു സ്റ്റാൻസ് ഇപ്രകാരമാണ്: സ്മേര നിന്നോട്ടമോ വാക്കോ മതി. സ്മേര എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അടക്കം അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ചെറിയ പുഞ്ചിരിയോടുകൂടി കർത്താവിനോട് പറയുകയാണ്. നമ്മളിതിൻ്റെ അർത്ഥം അറിഞ്ഞ് പാടാറില്ല. കർത്താവിനോട് പറയുകയാണ്, നിൻ്റെ പുഞ്ചിരിയോട് കൂടിയ ഒരു നോട്ടമോ വാക്കോ മതി. ഞാൻ ഈ ലോകത്തെ മുഴുവൻ ഞാൻ നേരിട്ടോളാം. സാത്താനെയും ഈ ഗർവം നിറഞ്ഞ ലോകത്തെയും മനുഷ്യരാശിയോട് മുഴുവൻ എനിക്ക് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി കിട്ടാൻ ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഈ ഒരു നോട്ടം മാത്രം മതി എന്ന് പറയുന്നു. അതുപോലെ തന്നെ എത്ര ഗാനങ്ങളാണ്. ലോകശോക സാഗരെ നീ മുങ്ങുമ്പോൾ, ജലാശയ പടവുന്നു. ഇതിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ എവിടെയാണ് ആശ്രയം, എങ്ങോട്ടേക്ക് പോകണം, എങ്ങനെ തിരിയണം എന്നൊക്കെ പല സംശയങ്ങളോടും കൂടിയായിരിക്കും ജീവിക്കുന്നത്. ഈ സമയത്തൊക്കെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ ദൈവം മാത്രമാണ്. ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ
ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ഹന്ന ചുണ്ടനക്കുക മാത്രമാണ് ചെയ്തത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴേക്കും നമ്മുടെ വായിൽ നിന്ന് വാക്കുകളൊന്നും വരണമെന്നില്ല. പക്ഷെ നമുക്ക് ഗാനങ്ങളോടുകൂടി എപ്പോഴും സന്തോഷത്തോടു കൂടി സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുവാനാണ് കഴിയുന്നത്. നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും അങ്ങനെയുള്ളവയായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് വരുവാനും, പ്രത്യേകിച്ച് 175-ാമത്തെ ജൂബിലി വർഷത്തിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാനും ദൈവത്തിന് വേണ്ടി പാടുവാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുമായി തീരുവാനുള്ള കഴിവ് നമുക്ക് ലഭിക്കട്ടെ. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ. വീണ്ടും കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ആ സൈന്യത്തോടൊപ്പം ചേർന്ന് നിന്ന് കർത്താവായ ദൈവം പരിശുദ്ധനെന്ന് പാടുക എന്നത് തന്നെയാണ്. ഈ ലോകം മുഴുവൻ അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുക തന്നെയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ചെലവഴിക്കുന്ന, അതിലേക്കാണ് നാം എത്തപ്പെടേണ്ടത്. ഈ ലോകം, ഈ ജീവിതം ഇവിടെ അവസാനിക്കുമ്പോഴേക്കും അങ്ങോട്ട് പോയി ചെയ്യേണ്ട ഡ്യൂട്ടിയും ഇത് തന്നെയാണ്. അവിടെ ഞാൻ ഗായക സംഘത്തിലില്ലായിരുന്നു എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോഴേ നാം ഇവിടെ സ്തുതിയും സ്തോത്രത്തോടും നമ്മുടെ ആരാധനകൾ സ്തുതികളാൽ നിറയട്ടെ, സ്തോത്രങ്ങളാൽ നിറയട്ടെ. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.